Dear students, നമ്മുടെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തേർഡ് മൊഡ്യൂൾ, അതായത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ ടാക്സേഷൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു. എന്താണ് ഇൻകം ടാക്സ്, അതേപോലെ കറണ്ട് ടാക്സ് എന്താണ്, ഡെഫേർഡ് ടാക്സ് എന്താണ്, കറണ്ട് ടാക്സ് അസറ്റ്, കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്താണ്, ദെൻ അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു. ദെൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബേസിക് കോൺസെപ്റ്റ്സ്, കറണ്ട് ടാക്സ് ആയിട്ടും ഡെഫേർഡ് ടാക്സ് ആയിട്ടും അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടാക്സ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, കമ്പ്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കി. കറണ്ട് ടാക്സ് എവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ടാക്സ് ബേസ് നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു, അതിൻ്റെ എക്സാമ്പിൾസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത് ഇത്രയും ക്ലാസ്സുകളിലായിട്ട്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇത് തന്നെയാണ്. നമ്മുടെ ടാക്സ് ബേസ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ്, എത്ര രൂപയാണെന്ന് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് ടാക്സ് ബേസ് ഓഫ് എ അസറ്റ് ആൻഡ് ടാക്സ് ബേസ് ഓഫ് എ ലയബിലിറ്റി, അതെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ റെസ്പെക്റ്റീവ് എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായത്. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. നമുക്കറിയാം അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്. ഒരു കമ്പനി, ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഒരു പർട്ടിക്കുലർ ഇയർ എൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ലാഭം എത്രയാണ്, അതിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റിഫ്ലക്ട് ചെയ്യണ ആ ഒരു എൻഡ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു എൻഡ് റിസൾട്ട്, അതിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്കറിയാം ഓരോ കമ്പനികളും അവരുടെ പ്രോഫിറ്റിന്റെ ഇത്ര പെർസെൻറ്റേജ്, 30%, 25% എന്നൊക്കെ പറഞ്ഞ് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഓരോ വർഷവും ടാക്സ് റേറ്റ്സിലെ ഡിഫറൻസസ് വരാം. സോ ആ കൊടുക്കേണ്ട എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ടാക്സ് ചാർജ്, ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്നത് ടാക്സബിൾ പ്രോഫിറ്റിന്റെ മുകളിലാണ്. സോ അക്കൗണ്ടിംഗ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും രണ്ടും രണ്ടാണ്. ദെൻ അക്കൗണ്ടിംഗ് പ്രോഫിറ്റിനെ ബേസ് ചെയ്താണ് ടാക്സബിൾ പ്രോഫിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണത്. ഇനി നമ്മൾ പറഞ്ഞു അക്കൗണ്ടിംഗ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു. സോ ആ ഒരു ഡിഫറൻസസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പെർമനന്റ് ഡിഫറൻസസ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ടെമ്പററി ഡിഫറൻസസ് ആവാം. പെർമനന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം, അത് ഒന്നുകിൽ എക്സ്പെൻസ് ആവാം അല്ലെങ്കിൽ റവന്യൂ ആവാം, ഒന്നുകിൽ ഒരു ചെലവാവാം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ഒരു ലാഭമാവാം. ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറൻസിന് കാരണമാവുന്നുണ്ട്. അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റിലും ടാക്സബിൾ പ്രോഫിറ്റും രണ്ടും രണ്ടാവാൻ, അതിലൊരു ഡിഫറൻസ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഏതെങ്കിലും ഐറ്റംസിനെ പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും ഒഴിവാക്കേണ്ടി വരുമ്പോൾ അപ്പോഴാണ് പെർമനന്റ് ഡിഫറൻസ് ഉണ്ടാവുന്നത് അക്കൗണ്ടിങ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റിൽ. ഇനി അറ്റ് ദ സെയിം ടൈം ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും രണ്ടും രണ്ടാണ്. സോ ചില ഐറ്റംസ് നമ്മൾ ഈ വർഷം എടുക്കില്ല, അടുത്ത വർഷം പേ ചെയ്യാം. അതായത് some expenditures which are further allowed in subsequent years on payment basis. So there is a difference arises in accounting profit and taxable profit. ടെമ്പററി ആയിട്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റിലും ടാക്സബിൾ പ്രോഫിറ്റിലും ചെറിയ ഡിഫറൻസ് വരും. ഈ വർഷം എടുക്കാതെ അടുത്ത വർഷം പേ ചെയ്യാം ചില ഐറ്റംസ്. അപ്പോൾ അത് ടെമ്പററി ഡിഫറൻസിനുള്ള ഒന്നാമത്തെ കാരണമാണ്. ദെൻ അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷനിൽ ഡിഫറൻസസ് വരുമ്പോൾ, സോ ഡിപ്രീസിയേഷൻ നമുക്കറിയാം അസറ്റ്സിന്റെ മുകളിൽ കമ്പനി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇത്തരത്തിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരം രണ്ടും രണ്ടാണെന്നുണ്ടെങ്കിൽ അത് ടെമ്പററി ഡിഫറൻസിന് കാരണമാവുന്നുണ്ട്. പെർമനന്റ് ഡിഫറൻസിൽ നമ്മൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ചില ഐറ്റംസ് ഒഴിവാക്കപ്പെടുമ്പോൾ അത് പെർമനന്റ് ആയിട്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ടെമ്പററി ഡിഫറൻസിൽ എന്താ പറഞ്ഞത്, ഈ വർഷമുള്ളത് അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷത്തേക്ക് ഒരു ചെറിയ പീരീഡിലേക്കാണ് നമ്മൾ അത് ആ ഒരു പേയ്മെന്റ് ഫർദർ മാറ്റി വയ്ക്കപ്പെടുന്നത്. സോ ആ ഒരു ഡിഫറൻസും പിന്നെ ഡിപ്രീസിയേഷൻ്റെ കാര്യം. ഇനി ടൈപ്സ് ഓഫ് ടെമ്പററി ഡിഫറൻസസ്.
ടൈപ്സ് ഓഫ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആവാം, ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആവാം. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾ സെറ്റിൽ ചെയ്യണം, അതായത് അങ്ങോട്ട് കൊടുക്കേണ്ടത്, പേ ചെയ്യേണ്ടി വരുന്നത്. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ പീരീഡിൽ അടുത്ത വർഷം നമുക്ക് ഇങ്ങോട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റണത്. സോ അതാണ് ടാക്സബിൾ ആൻഡ് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസസ് എന്നുള്ളത് റെസ്പെക്റ്റീവ്ലി പറയപ്പെടുന്നത്. പിന്നെ ടൈമിംഗ് ഡിഫറൻസസ്. ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sometimes income or expense is included in accounting profit in one period but is included in taxable profit in a different period. അതായത് ഈ വർഷം അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് അടുത്ത വർഷമാവാം എന്ത് ചെയ്യുന്നത് ടാക്സബിൾ പ്രോഫിറ്റിൽ. അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ഈ വർഷമാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷം ചിലപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറൊരു വർഷമാവാം, വേറൊരു ഡിഫറെൻറ്റ് പീരീഡിലാവാം. സോ ഇത്തരത്തിൽ അക്കൗണ്ടിങ് പീരീഡിൽ എടുക്കുന്നത് ടാക്സബിൾ പ്രോഫിറ്റിലും രണ്ടും രണ്ട് പീരീഡിലാണ് ചില ഐറ്റംസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതിനെയാണ് ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, അതായത് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുള്ള ഡെഫേർഡ് ടാക്സ്. ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതല്ലേ, അതായത് ടാക്സബിൾ പ്രോഫിറ്റും അക്കൗണ്ടിങ് പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസസ്, അതിനെയാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. ഡെഫേർഡ് ടാക്സ് ഈസ് ദ ഡിഫറൻസസ് ഇൻ ടാക്സബിൾ പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അതായത് ഒരു ടെമ്പററി ഡിഫറൻസ്, അതിനെയാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയാം. അത് അസെറ്റ് ആവാം, ലയബിലിറ്റി ആവാം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ഇൻകം കൂടുതലും ടാക്സബിൾ ഇൻകം കുറവുമായിരിക്കും. ഇനി ഡെഫേർഡ് ടാക്സ് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് അവിടെ കുറവും ടാക്സബിൾ പ്രോഫിറ്റ് കൂടുതലുമായിരിക്കും. അതെപ്പോഴും ഓർത്തു വയ്ക്കുക. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ പ്രോഫിറ്റും അക്കൗണ്ടിങ് പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് മേ ബി ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയോ അസറ്റോ ഇതിൽ ഏതെങ്കിലും ഒന്നാവാം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കൂടുതലും ടാക്സബിൾ പ്രോഫിറ്റ് കുറവുമാണ്. ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണെങ്കിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കുറവാണ്, ടാക്സബിൾ പ്രോഫിറ്റ് കൂടുതലാണ്. ഇനി നമ്മളൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി. ഡെഫേർഡ് ടാക്സ് അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുക? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിളിൽ an item of property, plant and equipment, നമ്മളിപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്ന പോലെ കോമൺ ആയി പറയുന്ന ഒരു ഐറ്റാണ് PPE, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് ഇക്വിപ്മെന്റ് എന്നുള്ളത്. സോ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് ഇക്വിപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം, അതിന് 100 രൂപയാണ് ക്യാരിയിങ് കോസ്റ്റ്. അതിൻ്റെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് 60 രൂപയാണ്. ദെൻ അതിൻ്റെ മുകളിൽ കൊടുക്കേണ്ട ടാക്സ് അത് നമ്മൾ ഇപ്പോൾ വിൽക്കുകയാണ്. ഫർദർ പിന്നീട് ഒരു വർഷമോ 2 വർഷമോ ഫർദർ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ 20% അതിൻ്റെ ടാക്സ് റേറ്റ്. ദെൻ ഫർദർ നമ്മളത് ഉപയോഗിച്ചതിന് ശേഷമാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 30% ആണ് ടാക്സ് റേറ്റ്. സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം. കാൽക്കുലേറ്റ് ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. സോ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡെഫേർഡ് ടാക്സ്, അതായത് ഒരു ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കണ്ടുപിടിക്കണം. സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്യാരിയിങ് എമൗണ്ട് 100 രൂപയാണ്, ടാക്സ് ബേസ് 60 രൂപയാണ്. സോ ക്യാരിയിങ് എമൗണ്ട് എന്ന് ടാക്സ് ബേസ് കുറച്ചു, 100 നിന്ന് 60 കുറച്ചു, അപ്പം 40 രൂപ. ആ 40 എന്ന് പറയുന്നതാണ് ഡെഫേർഡ് ടാക്സ്, അതായത് ഒരു ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ആ 40 രൂപ ആ ടാക്സിൻ്റെ മുകളിലാണ്, ഡെഫേർഡ് ടാക്സിൻ്റെ മുകളിലാണ് നമ്മൾ ആ ഒരു റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു ടെമ്പററി ഡിഫറൻസിൻ്റെ മുകളിലാണ് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ അസറ്റ് ആണോ എന്ന് ആദ്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അക്കൗണ്ടിങ് പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ പറയണത് എന്താണ്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്. ടാക്സബിൾ പ്രോഫിറ്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണ്. ഇവിടെ എന്താണ് കൂടുതൽ? അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണോ ടാക്സബിൾ പ്രോഫിറ്റ് ആണോ? ക്യാരിയിങ് എമൗണ്ട് 100, ടാക്സ് ബേസ് 60, ടെമ്പററി ഡിഫറൻസ് പറയുന്നത് 40 ഉള്ളൂ. സോ ടാക്സബിൾ പ്രോഫിറ്റ് കുറവാണ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് കൂടുതലാണ്. സോ ഇവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്, അസറ്റ് അല്ല.
ഇനി ആ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്ര ശതമാനമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 40ന്റെ 20%. അതിപ്പോൾ നമ്മൾ വിൽക്കുകയാണ്, ഉപയോഗിക്കുന്നില്ല, നമ്മളിപ്പോൾ തന്നെ വിൽക്കുകയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ 20%. അപ്പം 40ന്റെ 20% 8 രൂപ. ഇനി നമ്മൾ ആ ഒരു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇപ്പോൾ അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നീട് ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ ഫർദർ ഉപയോഗിച്ചതിന് ശേഷമേ വിൽക്കുന്നുള്ളൂ എങ്കിൽ അതിന് 30% ആണ് ടാക്സ്. സോ 40ന്റെ 30% 12 രൂപ. ഐ തിങ്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത്. 100 രൂപ ക്യാരിയിങ് എമൗണ്ട് ആണ്, 60 രൂപ ടാക്സ് ബേസ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ്, ആ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ വിൽക്കുകയാണെങ്കിൽ 20% ടാക്സ്, ഇനി ഫ്യൂച്ചർ ഡേറ്റിലാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ 30. അപ്പോൾ ആദ്യം നമ്മൾ എന്തിൻ്റെ മുകളിലാണോ ടാക്സ് കാണേണ്ടത്, അതായത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കമ്പ്യൂട്ട് ചെയ്യണം. ആ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണത് ക്യാരിയിങ് എമൗണ്ട് എന്ന് ടാക്സ് ബേസ് കുറയ്ക്കുമ്പോഴാണ്. 100 - 60, 40 ആണ് ടെമ്പററി ഡിഫറൻസ്. ഇനി ഈ 40ന്റെ മുകളിലാണ് 20% അല്ലെങ്കിൽ 30% നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, ഡെഫേർഡ് ടാക്സ്. അത് ഒന്നുകിൽ ലയബിലിറ്റി ആവാം അല്ലെങ്കിൽ അസറ്റ് ആവാം. ഇവിടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കൂടുതലും ടാക്സബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം കുറവാണ്. ടാക്സബിൾ ഇൻകം 40 ഉള്ളൂ, ദെൻ അതിന്റെ ക്യാരിയിങ് എമൗണ്ട് 100 ഉണ്ട്. സോ ഇവിടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ് കൂടുതൽ എന്നുള്ളതുകൊണ്ട് അത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്. ഐ തിങ്ക് മനസ്സിലായിട്ടുണ്ടാവും, എളുപ്പമാണ്, ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. ഇനി അടുത്തൊരു ചെറിയൊരു ടോപ്പിക്, റീവാല്യൂഡ് അസറ്റ്. റീവാല്യൂഡ് അസറ്റിൽ എന്താ പറയുന്നത്, ചില അസറ്റുകൾ ആസ് പെർ IAS 16 നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 16 പ്രകാരം അസറ്റുകളൊക്കെ ഓരോ പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീവാല്യൂ ചെയ്യും. അതിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഇന്നിപ്പോൾ 1 ലക്ഷം ആണെങ്കിൽ ചിലപ്പോൾ അത് ഫർദർ 1,50,000 അല്ലെങ്കിൽ 2 lakh ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 80,000 ആയി കുറഞ്ഞിട്ടുണ്ടാവാം, ഇല്ലേ? അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും ഒക്കെ സംഭവിക്കാം. സോ ഇത്തരത്തിൽ അസറ്റുകൾ റീവാല്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ റീവാല്യുവേഷൻ പീരീഡിലെ ടാക്സബിൾ പ്രോഫിറ്റിനെ അത് എഫക്റ്റ് ചെയ്യില്ല. അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ, ടാക്സബിൾ പ്രോഫിറ്റിനെ റീവാല്യൂഡ് അസറ്റ് എഫക്റ്റ് ചെയ്യുന്നില്ല. അസറ്റുകൾ റീവാല്യൂ ചെയ്യും, പക്ഷേ ടാക്സബിൾ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ മാത്രം. സോ അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു, ടാക്സബിൾ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഇല്ലേ? അക്കൗണ്ടിങ് പ്രോഫിറ്റ് കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ ടാക്സബിൾ പ്രോഫിറ്റ് ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. സോ ആ ഒരു ഡിഫറൻസിനെ ടെമ്പററി ഡിഫറൻസ് നമ്മൾ പറയുന്നു, അത് ഒന്നുകിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിക്ക് അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റിന് കാരണമാവുന്നുണ്ട്, അത് കൂടാൻ കാരണമാവുന്നുണ്ട്. സോ ഇത്രയാണ് റീവാല്യൂഡ് അസറ്റിന്റെ കേസിൽ പറയണത്. അപ്പോൾ നമ്മൾ ഇന്ന് റീവാല്യൂഡ് അസറ്റ്, ഡെഫേർഡ് ടാക്സ് അസറ്റ് ഒരു ലയബിലിറ്റി എങ്ങനെ മെഷർ ചെയ്യും, ദെൻ അതെന്താണ്, അതിൻ്റെ ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ് ഡിഫറൻസ് എന്താണ്, അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ദെൻ വൺ മോർ പ്രോബ്ലം കൂടിയുണ്ട്, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.